നമസ്കാരം. മീഡിയ സ്റ്റവർ തുടങ്ങുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. നിക്ഷേപ രംഗത്ത് സ്വദേശികൾക്കും വിദേശിക്കും ഒരേ നിയമം നടപ്പാക്കുമെന്ന് സൗദി അറേബ്യ. 2025 മുതൽ പുതിയ മാറ്റം പ്രാബല്യത്തിൽ വരുമെന്ന് നിക്ഷേപ മന്ത്രാലയം അറിയിച്ചു. നിക്ഷേപം വർദ്ധിപ്പിക്കാൻ നിയമങ്ങൾ എളുപ്പമാക്കാൻ തീരുമാനിച്ചതായും മന്ത്രാലയം അറിയിച്ചു. വിവിധ രാജ്യങ്ങളിലെ നിയമവുമായി സൗദിയിലെ നിക്ഷേപ രംഗത്തെ നിയമം താരതമ്യം ചെയ്താണ് പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത്. US, UAE, സിംഗപ്പൂർ, ജർമ്മനി, ഇന്തോനേഷ്യ, തുർക്കി എന്നിവിടങ്ങളിലെ നിയമവുമായാണ് സൗദി നിയമത്തെ താരതമ്യം ചെയ്തത്. അന്താരാഷ്ട്ര നിയമമനുസരിച്ച് സൗദിയിലെ നിക്ഷേപ മേഖലയെ മാറ്റാനാണ് നിക്ഷേപ മന്ത്രാലയത്തിന്റെ ശ്രമം. ഇതിന് സൗദി മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. 2025 തുടക്കം മുതൽ പുതിയ നിക്ഷേപ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് തീരുമാനം. ഇതിന്റെ പ്രധാന നേട്ടങ്ങൾ ഇനി പറയുന്നവയാണ്. നിക്ഷേപത്തിനായി എത്തുന്നവർക്ക് രജിസ്ട്രേഷൻ പ്രക്രിയ ഏറ്റവും എളുപ്പമാക്കും. വിദേശിയുടെയും സ്വദേശിയുടെയും അവകാശങ്ങൾ ഒരേ രീതിയിലേക്ക് മാറ്റും. വിവിധ സാഹചര്യങ്ങളിൽ സ്വദേശിക്കും വിദേശിക്കും ഒരേ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ലഭ്യമാക്കുക. വിവിധ ഇളവുകളും സാമ്പത്തിക ആനുകൂല്യങ്ങളും നിക്ഷേപകർക്കുണ്ടാകും. നിക്ഷേപകരുടെ അവകാശങ്ങൾക്കായി പ്രത്യേക നിയമം തന്നെ കൊണ്ടുവരും. അവർക്ക് സൗദിക്കകത്തും പുറത്തേക്കും പണം അയക്കലും ഇതോടെ എളുപ്പമാകും. ഇതിനായി സാമയുമായി ചേർന്ന് ചട്ടങ്ങളിൽ ഭേദഗതിയും വരുത്തും. പിഴകൾ ഈടാക്കുന്ന സാഹചര്യങ്ങളിൽ ഇവ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള അവസരവുമുണ്ടാകും. സുതാര്യമായ നിയമ നടപടികളാകും പുതിയ ചട്ടപ്രകാരം ഉണ്ടാവുക. ഏത് നടപടികൾക്കും കൃത്യമായ വിശദീകരണമുണ്ടാകും. സൗദിയിലേക്ക് പരമാവധി നിക്ഷേപകരെ എത്തിക്കാനാണ് നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നത്. സൗദിയിലേക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ കഴിഞ്ഞ വർഷം 158% വർധന. അഫ്തബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. പ്രോപ്പർട്ടി നിരക്കിലും റിയൽ എസ്റ്റേറ്റിലും കുതിപ്പ് തുടർന്ന ദുബായ് ലോകത്തെ ഏറ്റവും ഉയർന്ന പ്രോപ്പർട്ടി നിരക്കുള്ള നഗരങ്ങളിൽ ഒന്നായി ദുബായ് മാറുകയാണ്. പിന്നിട്ട 3.5 വർഷത്തിനുള്ളിലാണ് പ്രോപ്പർട്ടി നിരക്കിൽ വൻ മുന്നേറ്റം നടത്താൻ ദുബായ്ക്ക് സാധിച്ചത്. പിന്നിട്ട 3.5 വർഷത്തിനുള്ളിൽ പ്രോപ്പർട്ടി നിരക്കിൽ ശക്തമായ കുതിപ്പ് നടത്താൻ ദുബായ്ക്ക് സാധിച്ചതായി കണക്കുകൾ വെളിപ്പെടുത്തുന്നു. ബാങ്കോക്ക്, ബെർലിൻ, സ്റ്റോക്ക്ഹോം, ഹോങ്കോങ്, ജക്കാർത്ത, പാരീസ് എന്നിവയാണ് പ്രോപ്പർട്ടി നിരക്കിൽ ശക്തമായ വർധന രേഖപ്പെടുത്തിയ ലോകത്തെ മറ്റു നഗരങ്ങൾ. നിരക്കിനൊപ്പം തന്നെ റിയൽ എസ്റ്റേറ്റ് രംഗത്തും വൻ ഉണർവാണ് ദുബായ് രേഖപ്പെടുത്തിയത്. ദുബായ് എമിറേറ്റിലെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് നിർമ്മാതാക്കളായ ഇമർ പ്രോപ്പർട്ടീസ് മികച്ച ലാഭത്തിലാണ്. 6 മാസത്തിനിടെ കമ്പനി നേടിയത് 780 കോടി ദിർഹത്തിന്റെ ലാഭമാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 33% വർധന. 6 മാസത്തിനിടെ കമ്പനിയുടെ വരുമാനം 1440 കോടി ദിർഹമായും ഉയർന്നു. റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിക്ഷേപകരുടെ താൽപര്യം നിലനിർത്താൻ സാധിച്ചതിലൂടെ വിവിധ മേഖലകളിലുണ്ടായ സ്ഥിരതയാർന്ന പ്രകടനവും പ്രവർത്തന രംഗത്തെ കാര്യക്ഷമതയുമാണ് ലാഭം കുതിച്ചുയരാൻ കാരണം. നടപ്പു വർഷത്തിന്റെ ആദ്യ പകുതിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ ഗ്രൂപ്പ് ആസ്തി വിൽപ്പന 31,500 കോടി ദിർഹത്തിലെത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 56% വർധനയാണ് ഈ വർഷം രേഖപ്പെടുത്തിയത്. മീഡിയ 1, ദുബായ്. ഖത്തറിലെ കനത്ത ചൂടിന് ഉടനെ ആശ്വാസമാകും. കാലാവസ്ഥാ മാറ്റത്തിന്റെ സൂചന നൽകി അൽ നദ്ര നക്ഷത്രം ഉദിച്ചതായി കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. വേനൽക്കാല നക്ഷത്രങ്ങളിൽ 6ാമത്തെ നക്ഷത്രമാണ് അൽ കിലബൈൻ അഥവാ അൽ നത്ര. ഈ കാലയളവിൽ ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ തുടരുന്നതിനോടൊപ്പം കാറ്റിന്റെ ഗതി പ്രധാനമായും വടക്ക് പടിഞ്ഞാറ് ദിശയിലായിരിക്കും. അൽ കിലബൈൻ നക്ഷത്രത്തിന് പിന്നാലെ സുഹൈൽ നക്ഷത്രം ഉദിക്കുന്നതോടെ താപനില പതിയെ കുറയാനും അന്തരീക്ഷം തണുക്കാനും ആരംഭിക്കുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. 13 ദിവസമാണ് അൽ നത്ര നക്ഷത്രം ആകാശത്ത് ദൃശ്യമാവുക. ഓഗസ്റ്റ് 24-ന് ഖത്തർ ആകാശത്ത് സുഹൈൽ നക്ഷത്രം ഉദിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്. സുഹൈൽ നക്ഷത്രത്തിന്റെ ഉദയം ഗൾഫ് മേഖലയിലെ ജനങ്ങൾ വലിയ സന്തോഷത്തോടെയാണ് വരവേൽക്കുന്നത്. ഇക്കാലയളവിൽ മഴയ്ക്കും സാധ്യതയുണ്ട്. മീഡിയ 1, ദോഹ. കുവൈറ്റിൽ വേനൽക്കാലം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ഇന്നു മുതൽ അവസാന സീസണ് തുടക്കമാകും. 13 ദിവസം നീണ്ടു നിൽക്കുന്ന ക്ലൈബൻ സീസണിൽ ചൂട് ഏറ്റവും തീവ്രമായ ഉയർച്ചയിലെത്തുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഈ ഘട്ടത്തിൽ തീരപ്രദേശങ്ങളിൽ ഈർപ്പം വർദ്ധിക്കും. സീസൺ അവസാനിക്കുന്നതോടെ താപനില ക്രമാനുഗതമായി കുറയും. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ പ്രയാസം നേരിടുന്നവർക്ക് കൈത്താങ്ങായി കുവൈറ്റ് ആലുവ പ്രവാസി അസോസിയേഷൻ. സംഘടന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 1,11,000 രൂപ കൈമാറിയതായി ഭാരവാഹികൾ അറിയിച്ചു. അടുത്ത വർഷം ഉംറയ്ക്ക് 1.5 കോടി തീർത്ഥാടകർക്ക് അവസരമൊരുക്കുമെന്ന് സൗദി അറേബ്യ. പുണ്യസ്ഥലം സന്ദർശിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിനോടനുബന്ധിച്ച വികസന പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്.
150 ലക്ഷം ഉംറ തീർത്ഥാടകരെ സ്വാഗതം ചെയ്യാൻ കഴിയും വിധമാണ് പുതിയ പദ്ധതി ഒരുങ്ങുന്നത്. കൂടുതൽ ആളുകൾക്ക് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരമൊരുക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി. ഇതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തുന്നുണ്ട്. സേവനങ്ങൾ ഡിജിറ്റലൈസ് ചെയ്യുന്നതുൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെയായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ പാകിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത്. ഹജ്ജ് സീസൺ അവസാനിച്ചതോടെ വിദേശ രാജ്യങ്ങളിലുള്ള തീർത്ഥാടകർക്ക് ഉംറ വിസകൾ അനുവദിച്ചു തുടങ്ങിയിരുന്നു. നിരവധി തീർത്ഥാടകരാണ് ഇതിനോടകം തന്നെ ഉംറ നിർവഹിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തുന്ന തീർത്ഥാടകരുടെ പ്രവേശന നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന കരാതിർത്തികളിലും വിമാനത്താവളങ്ങളിലും തുറമുഖങ്ങളിലുമെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളടക്കം സജ്ജമാക്കിയിട്ടുണ്ട്. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. കുവൈറ്റിലെ അൽ മദ്രസത്തുൽ ഇസ്ലാമിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ സെപ്റ്റംബർ 7 ആരംഭിക്കും. പ്രൈമറി തലം മുതൽ 7ാം ക്ലാസ് വരെയുള്ള ക്ലാസുകളിൽ പ്രവേശനം ആരംഭിച്ചു. കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് സിലബസ് അനുസരിച്ചാണ് ക്ലാസുകൾ. പരിചയസമ്പന്നരായ അധ്യാപകർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകും. മാർബിൾ പാളികൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച മയക്കുമരുന്ന് പിടികൂടി ഷാർജ പോലീസ്. 226 കിലോഗ്രാം മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തത്. പ്രതികളായ 3 ഏഷ്യൻ വംശജരെ അറസ്റ്റ് ചെയ്തു. ഡിസ്ട്രക്റ്റീവ് സ്റ്റോൺ എന്ന് പേരിട്ട ഓപ്പറേഷൻ മുഖേനയാണ് ഷാർജ പോലീസ് വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടിയത്. മാർബിൾ പാളികൾക്കിടയിൽ പാക്കറ്റുകളിലാക്കി അതിവിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു മയക്കുമരുന്ന് കടത്ത്. രാജ്യത്തിന് വെളിയിലുള്ള ഏജൻസികളാണ് 3 ഏഷ്യൻ വംശജരെ മയക്കുമരുന്ന് കടത്തിന് നിയോഗിച്ചത്. UAE-യിലെത്തിച്ച മയക്കുമരുന്ന് ഇടനിലക്കാർ മുഖേന വിതരണം ചെയ്യാനായിരുന്നു പദ്ധതി. രാജ്യത്തിന് വെളിയിൽ ശൃംഖലയുള്ള വൻ മയക്കുമരുന്ന് സംഘമാണ് ഇതിനു പിന്നിലെന്ന് ഷാർജ പോലീസിലെ കേണൽ മാജിദ് സുൽത്താൻ അൽ അസം പറഞ്ഞു. വിവരം ലഭിച്ചയുടൻ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഷാർജ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ആരും ഒരിക്കലും തന്നെ തിരിച്ചറിയില്ലെന്ന് കരുതിയാണ് മാർബിൾ പാളികൾക്കിടയിൽ മയക്കുമരുന്ന് കടത്താൻ സംഘം തുനിഞ്ഞത്. മയക്കുമരുന്ന് കടത്തും വിൽപ്പനയുമായി ബന്ധപ്പെട്ട ഏതൊരു വിവരം ലഭിച്ചാലും ഉടൻ തന്നെ കൈമാറണമെന്ന് ഷാർജ പോലീസ് പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. മീഡിയ 1, ഷാർജ. കുവൈറ്റിലേക്ക് അനധികൃതമായി ആളുകളെ കടത്തിയ ട്രക്ക് ഡ്രൈവർ അറസ്റ്റിൽ. നുവൈസി ബോർഡർ വഴി ഒരാളിൽ നിന്നും 1000 ദിനാർ വാങ്ങിയാണ് കുവൈറ്റിലേക്ക് ആളെ കടത്തിയത്. പച്ചക്കറികളും പഴങ്ങളും കൊണ്ടുവരുന്ന ട്രക്കിലായിരുന്നു കടത്ത്. ഒരാഴ്ചക്കിടെ സൗദിയിൽ പിടികൂടിയത് 20,000-ലധികം നിയമലംഘനങ്ങൾ. താമസം, ജോലി, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ എന്നിവ ലംഘിച്ചതിനാണ് നടപടികൾ. താമസ നിയമങ്ങൾ ലംഘിച്ച കേസുകളാണ് കൂടുതലും. സൗദി പ്രസ് ഏജൻസിയുടേതാണ് കണക്കുകൾ. 20,471 നിയമലംഘനങ്ങളാണ് ഒരാഴ്ചക്കിടെ പിടികൂടിയത്. താമസം, ജോലി, അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ എന്നിവ ലംഘിച്ചതിനാണ് നടപടികൾ. താമസ നിയമങ്ങൾ ലംഘിച്ചതിന് 12,972 പേരാണ് അറസ്റ്റിലായത്. 4,812 പേർ അനധികൃതമായി അതിർത്തി കടക്കാൻ ശ്രമിച്ചതിനും 2,687 പേരെ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച കുറ്റത്തിനും പിടികൂടി. അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചതിന് അറസ്റ്റിലായത് 1050 പേരാണ്. ഇതിൽ 62% എത്യോപ്യൻ പൗരന്മാരും 36% യമനികളും 2% മറ്റു രാജ്യക്കാരുമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. അയൽ രാജ്യങ്ങളിലേക്ക് കടക്കാൻ ശ്രമിച്ച 61 പേരെയാണ് ഇതുവരെ പിടികൂടിയത്. ഇവർക്കെതിരെ നടപ്പിലാക്കിയിട്ടുള്ളത് പിഴയടക്കം കനത്ത ശിക്ഷാ നടപടികളാണ്. നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നവർ 911, 999, 996 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ കൈമാറണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. മിഷാൽ ചെർപ്പളശ്ശേരി, മീഡിയ 1, റിയാദ്. നിയമലംഘനങ്ങളെ തുടർന്ന് കുവൈറ്റ് ഫയർഫോഴ്സ് 36 കടകളും സ്ഥാപനങ്ങളും അടപ്പിച്ചു. അഗ്നിശമന ലൈസൻസുകൾ ഇല്ലാത്തതും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായ സ്ഥാപനങ്ങളാണ് അടച്ചുപൂട്ടിയത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫയർ ഡിപ്പാർട്ട്മെന്റ് രാജ്യത്തെ വിവിധ ഗവർണറേറ്റുകളിൽ നടത്തിയ പരിശോധനയിലാണ് ലംഘനങ്ങൾ കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. വാടക കരാറുകൾക്ക് ഓൺലൈൻ വഴി അംഗീകാരം നൽകുന്ന നടപടികൾക്ക് തുടക്കം കുറിച്ച മസ്കത്ത് മുനിസിപ്പാലിറ്റി. ഓൺലൈൻ പോർട്ടൽ വഴി നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കും. വാടക കരാറുകൾ ഡിജിറ്റൽ വൽക്കരിച്ചതിലൂടെ കെട്ടിട ഉടമയും ഉപഭോക്താവും തമ്മിലുള്ള ഇടപാടുകൾ വേഗത്തിലാകും. മസ്കത്ത് മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റിലെ ഇലക്ട്രോണിക് എഗ്രിമെന്റ് ഫോം പൂരിപ്പിച്ച് വാടക കരാർ രജിസ്റ്റർ ചെയ്യാം. പുതിയ താമസ വാടക കരാറുകളിൽ ഉൾപ്പെടെ ഓൺലൈൻ രജിസ്ട്രേഷൻ സേവനം ലഭ്യമാണ്.
ഇലക്ട്രോണിക് സർട്ടിഫൈഡ് ലീസ് കരാറുകൾ ജുഡീഷ്യൽ ബോർഡുകൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഔദ്യോഗിക രേഖകളായി പരിഗണിക്കും. കരാർ കാലയളവിനിടയിൽ വാടക വർദ്ധിപ്പിക്കുന്നത് രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ സാധിക്കും. വാടക കാലയളവ് കഴിഞ്ഞിട്ടോ ഓരോ 3 വർഷം കൂടുമ്പോഴോ മാത്രമേ വാടക വർദ്ധിപ്പിക്കാവൂ. വാടക കരാർ രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും 50 റിയാലിനും 500 റിയാലിനും ഇടയിൽ പിഴ ഈടാക്കുകയും ചെയ്യും. 24 മണിക്കൂർ മുതൽ 6 മാസം വരെ ജയിൽ ശിക്ഷയുമുണ്ടാകും. വാടക കരാറുകൾ രജിസ്റ്റർ ചെയ്തുവെന്ന് ഉറപ്പാക്കാൻ മുനിസിപ്പാലിറ്റിയിലെ അർബൻ ഇൻസ്പെക്ഷൻ വകുപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട്. കരാറിൽ പറഞ്ഞത് പ്രകാരമുള്ള വാടക നൽകുന്നില്ലെങ്കിൽ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ കെട്ടിട ഉടമയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. കെട്ടിടത്തിന് കേടുപാടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെടാം. മീഡിയ 1 മസ്കത്ത്. കുവൈറ്റ് മറൈൻ സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന 33ാമത് പേൾ ഡൈവിംഗ് ഫെസ്റ്റിവലിന് തുടക്കമായി. ഇന്നലെ 4 കപ്പലുകളിലായി 150 യുവാക്കൾ കടലിലേക്ക് തിരിച്ചു. സാൽമിയയിലെ ക്ലബിന്റെ തീരത്ത് നിന്ന് പുറപ്പെട്ട കപ്പലുകൾ ഈ മാസം 15-നാണ് തിരിച്ചെത്തുക. മുത്തുച്ചിപ്പികൾക്ക് പേരുകേട്ട സമുദ്രമേഖലയായ ഹിറാത്ത് അൽ കിറാനിൽ ഈ ദിവസങ്ങളിൽ ഇവർ ഡൈവിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. ദേശീയ ഗാനാലാപനത്തിനു ശേഷം പരമ്പരാഗത കലാപരിപാടികളോടെയാണ് യാത്ര തിരിക്കൽ ചടങ്ങ് ആരംഭിച്ചത്. ദിശ എന്നാണ് ഈ ദിവസങ്ങൾ അറിയപ്പെടുന്നത്. കടൽ തീരത്തെത്തിയ ബന്ധുക്കളോടും മറ്റുള്ളവരോടും യാത്ര പറഞ്ഞ് സംഘം പുറപ്പെട്ടു. 15-നും 20-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക. പിതാക്കന്മാരുടെ പാരമ്പര്യങ്ങൾ അനുഭവിക്കാനും അനുകരിക്കാനും ഈ യാത്ര യുവാക്കൾക്ക് അവസരം നൽകുന്നു. യുവാക്കളിൽ തങ്ങളുടെ പൈതൃകത്തിൽ അഭിമാനം വളർത്തിയെടുക്കുന്നതിനൊപ്പം മുൻ തലമുറയുടെ ത്യാഗങ്ങൾ ഓർമ്മപ്പെടുത്തുകയുമാണ് ഇതുവഴി ലക്ഷ്യം. അടുത്ത വ്യാഴാഴ്ച ആഘോഷപൂർവ്വമാണ് തിരിച്ചെത്തുന്ന കപ്പലുകളെ സ്വീകരിക്കുക. കടൽ തീരത്ത് മക്കളെ സ്വീകരിക്കുന്നതിന് കുടുംബങ്ങളും വന്നെത്തും. കുവൈത്ത് പബ്ലിക് അതോറിറ്റി ഫോർ സ്പോർട്സ്, ആഭ്യന്തര മന്ത്രാലയം, ആരോഗ്യ മന്ത്രാലയം, ഇൻഫർമേഷൻ മന്ത്രാലയം, ഫയർഫോഴ്സ് എന്നിവരുടെ പിന്തുണയോടെയാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. മീഡിയ 1 കുവൈത്ത്. കുവൈറ്റ് KMCC കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മട്ടന്നൂർ ദുരിതാശ്വാസ ഫണ്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി. കണ്ണൂർ ചേംബർ ഹാളിൽ നടന്ന പരിപാടിയിൽ രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ അൻസാരി തില്ലങ്കേരിക്ക് ഫണ്ട് കൈമാറി. മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, KT സഹദുള്ള, മേയർ മുസ്ലിക് മഠത്തിൽ നജ്മ തബ്ഷീറ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രവാസി വിദ്യാർത്ഥികൾക്കായി ഖത്തർ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ച തൊഴിൽ പ്ലാറ്റ്ഫോമായ ഉക്കൂലിന്റെ ആദ്യഘട്ടം ഉടൻ ആരംഭിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചാണ് പ്ലാറ്റ്ഫോം പ്രവർത്തിക്കുന്നത്. ഖത്തറിലെ സർവകലാശാലകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഖത്തറിലെ സ്വകാര്യ മേഖലയിൽ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടുള്ള പുതിയ സംരംഭം കഴിഞ്ഞ ആഴ്ചയാണ് ഖത്തർ തൊഴിൽ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. പല ഘട്ടങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കുന്ന ഉക്കൂൽ പ്ലാറ്റ്ഫോമിന്റെ ആദ്യഘട്ടം ഉടൻ ആരംഭിക്കുമെന്ന് പ്രവാസി തൊഴിൽകാര്യ വിഭാഗത്തിലെ ഡയറക്ടറായ മുനീറ അൽ ഷയം അറിയിച്ചു. ഖത്തർ TVയോട് സംസാരിക്കുകയായിരുന്നു അവർ. ഗൂഗിൾ ക്ലൗഡ്, മന്നായി ഇൻഫോടെക് എന്നിവയുമായി സഹകരിച്ചാണ് ഖത്തർ തൊഴിൽ മന്ത്രാലയം ഉക്കൂൽ പ്രഖ്യാപിച്ചത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ നൂതന പ്ലാറ്റ്ഫോം വിദ്യാർത്ഥികൾക്ക് ഇനി കഴിവുകൾക്കും താൽപര്യങ്ങൾക്കും അനുയോജ്യമായ തൊഴിലുകൾ കണ്ടെത്തുന്നത് എളുപ്പമാക്കും. ഖത്തറിലെ സർവകലാശാലകളിൽ നിന്ന് ബിരുദം നേടുന്ന പ്രവാസി വിദ്യാർത്ഥികൾക്ക് അവരുടെ സർവകലാശാല ഐഡികൾ ഉപയോഗിച്ച് ഉക്കൂൽ പ്ലാറ്റ്ഫോമിൽ പ്രൊഫൈലുകൾ സൃഷ്ടിക്കാം. ഖത്തറിന്റെ സ്വകാര്യ മേഖലയിൽ അവരുടെ കഴിവുകളുമായി പൊരുത്തപ്പെടുന്ന തൊഴിലവസരങ്ങൾ തിരയാനും പ്ലാറ്റ്ഫോമിലൂടെ നേരിട്ട് അപേക്ഷിക്കാനും കഴിയും. തൊഴിലവസരങ്ങൾ പ്രസിദ്ധീകരിക്കാനും അനുയോജ്യരായ ഉദ്യോഗാർത്ഥികളെ തിരയാനും റിക്രൂട്ട്മെന്റ് പ്രക്രിയകൾ നിയന്ത്രിക്കാനും സ്വകാര്യ മേഖലാ കമ്പനികളെ ഉക്കൂൽ പ്ലാറ്റ്ഫോം അനുവദിക്കും. മീഡിയ 1 ദോഹ. റിയാദ് എയറിന്റെ ഇലക്ട്രിക് ബസ് സർവീസിന് തുടക്കമായി. അടുത്ത വർഷം എയർ സർവീസ് ആരംഭിക്കാനിരിക്കെയാണ് ഇലക്ട്രിക് ബസ് സർവീസ് തുടങ്ങിയത്. കാർബൺ ബഹിർഗമനം കുറയ്ക്കാനാണ് ഇലക്ട്രിക് ബസ്സുകൾ റിയാദ് എയർ ഇറക്കിയത്. നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സൊല്യൂഷൻസ് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി. ജീവനക്കാർക്കാണ് ആദ്യഘട്ടത്തിൽ സേവനം ലഭ്യമാവുക. കാറുകൾ ഒഴിവാക്കി പരമാവധി ബസ്സുകളായിരിക്കും ജീവനക്കാർക്കായി റിയാദ് എയർ ഉപയോഗിക്കുക. അടുത്ത വർഷമാണ് റിയാദ് എയർ സർവീസ് തുടങ്ങുക. ഇതിനായുള്ള 100-ലേറെ വിമാനങ്ങളുടെ ഓർഡറിൽ 39 എണ്ണം അടുത്ത വർഷമെത്തും. അടുത്ത വർഷം തുടക്കത്തിൽ തന്നെ പ്രാഥമിക സർവീസ് തുടങ്ങാനാണ് ശ്രമം. ഇതിലേക്കുള്ള റിക്രൂട്ട്മെന്റുകൾ തുടരും. മീഡിയ 1 റിയാദ്. ഖത്തറിലെ റോഡ് അപകടങ്ങൾ കഴിഞ്ഞ മാസം 14% കുറഞ്ഞതായി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ. 14 പേർക്കാണ് രാജ്യത്ത് കഴിഞ്ഞ മാസം അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത്.
മെയ് മാസത്തിൽ ഖത്തറിൽ ആകെ 752 അപകടങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത്. ജൂണിൽ ഇത് 647 കുറഞ്ഞതായി NPC പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപകടങ്ങളിൽ നല്ലൊരു പങ്കും ഗുരുതരമല്ലാത്തതാണ്. മേജർ ആക്സിഡന്റ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന 36 അപകടങ്ങളാണ് ജൂണിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം ആദ്യ പകുതിയിൽ 4562 റോഡ് അപകടങ്ങളിൽ ഖത്തറിലുണ്ടായി. ഇതിൽ 83 പേർക്ക് ജീവൻ നഷ്ടമായി. ഗതാഗത നിയമലംഘനങ്ങളും കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജൂണിൽ നിയമലംഘനങ്ങൾ 10% കുറഞ്ഞത്. ആഭ്യന്തര മന്ത്രാലയവും മറ്റു വകുപ്പുകളും തുടർച്ചയായി നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നിയമലംഘനങ്ങൾ കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1 ദോഹ. ദുബൈയിൽ ഈ വർഷം ആദ്യ പകുതിയിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിച്ചവരുടെ എണ്ണം 36.1 കോടി കടന്നു. 2023 ആദ്യ പകുതിയിൽ യാത്രക്കാരുടെ എണ്ണം 34.5 കോടിയായിരുന്നു. യാത്രക്കാരുടെ എണ്ണത്തിൽ 6% വർധന. നിത്യവും ഏതാണ്ട് 19.8 ലക്ഷം പേരാണ് ദുബൈയിൽ പൊതുഗതാഗതം പ്രയോജനപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ആദ്യ പകുതിയിൽ ഇത് 18.8 ലക്ഷം മാത്രമായിരുന്നു. മെട്രോ, ട്രാം, ബസ്സുകൾ, സമുദ്ര ഗതാഗത സംവിധാനങ്ങൾ, ടാക്സികൾ, ഇ-ഹെയിൽ സർവീസുകൾ, സ്മാർട്ട് റെന്റൽ വാഹനങ്ങൾ, ഓൺ ഡിമാൻഡ് ബസ്സുകൾ തുടങ്ങിയവയാണ് ദുബൈയിലെ പ്രധാന പൊതുഗതാഗത സംവിധാനങ്ങൾ. ഈ വർഷം യാത്രക്കാരുടെ എണ്ണത്തിൽ ദുബൈ മെട്രോ തന്നെയാണ് മുന്നിൽ. ആകെ യാത്രക്കാരിൽ 37% പേരും മെട്രോ സർവീസ് പ്രയോജനപ്പെടുത്തി. 27% പേർ ടാക്സി പ്രയോജനപ്പെടുത്തിയപ്പോൾ ബസ് ഉപയോഗിച്ചവരുടെ എണ്ണം 24.5%. ഈ വർഷം ജനുവരിയിലാണ് ഏറ്റവും കൂടുതൽ യാത്രക്കാരെ പൊതുഗതാഗത സംവിധാനങ്ങൾക്ക് ലഭിച്ചത്, 6.5 കോടി. ദുബൈയിലെ ജനങ്ങൾക്കിടയിൽ പൊതുഗതാഗത ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനായി RTA നടപ്പിലാക്കിയ വിവിധ പദ്ധതികളുടെ കാര്യക്ഷമതയും ബഹുമുഖ യാത്രാ സൗകര്യങ്ങളുടെ ലഭ്യതയുമാണ് യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കാനുള്ള പ്രധാന കാരണമെന്ന് RTA എക്സിക്യൂട്ടീവ് ബോർഡ് ചെയർമാനും ഡയറക്ടർ ജനറലുമായ മത്താർ അൽ തായർ പറഞ്ഞു. മീഡിയ 1 ദുബൈ. ഖത്തർ റോഡ് അപകട നിരക്കിൽ കഴിഞ്ഞ മാസം 14% കുറവുണ്ടായതായി നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ. 14 പേർക്കാണ് രാജ്യത്ത് കഴിഞ്ഞ മാസം അപകടങ്ങളിൽ ജീവൻ നഷ്ടമായത്. മെയ് മാസത്തിൽ ഖത്തറിൽ ആകെ 752 അപകടങ്ങളാണ് രേഖപ്പെടുത്തിയിരുന്നത്. ജൂണിൽ ഇത് 647 കുറഞ്ഞതായി NPC പുറത്തുവിട്ട കണക്കുകൾ സൂചിപ്പിക്കുന്നു. അപകടങ്ങളിൽ നല്ലൊരു പങ്കും ഗുരുതരമല്ലാത്തതാണ്. മേജർ ആക്സിഡന്റ് കാറ്റഗറിയിൽപ്പെടുത്താവുന്ന 36 അപകടങ്ങളാണ് ജൂണിൽ ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം ആദ്യ പകുതിയിൽ 4562 റോഡ് അപകടങ്ങളിൽ ഖത്തറിലുണ്ടായി. ഇതിൽ 83 പേർക്ക് ജീവൻ നഷ്ടമായി. ഗതാഗത നിയമലംഘനങ്ങളും കുറഞ്ഞു വരുന്നതായാണ് കണക്കുകൾ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ജൂണിൽ നിയമലംഘനങ്ങൾ 10% കുറഞ്ഞത്. ആഭ്യന്തര മന്ത്രാലയവും മറ്റു വകുപ്പുകളും തുടർച്ചയായി നടത്തുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നിയമലംഘനങ്ങൾ കുറയാൻ കാരണമെന്നാണ് വിലയിരുത്തൽ. മീഡിയ 1 ദോഹ. കള്ളപ്പണം വെളുപ്പിക്കൽ, തീവ്രവാദ സംഘടനകൾക്കുള്ള ധനസഹായം എന്നിവ തടയുന്ന ഫെഡറൽ നിയമത്തിലെ ചില വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തി UAE സർക്കാർ. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ പ്രവർത്തനത്തെ സഹായിക്കാൻ ഭേദഗതി ഉപകരിക്കുമെന്നാണ് വിലയിരുത്തൽ. പ്രവർത്തന മേൽനോട്ടത്തിന് പ്രത്യേക സംവിധാനവും ഉറപ്പാക്കും. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ സംരക്ഷിക്കാൻ ആരംഭിച്ച ദേശീയ നയങ്ങളുമായി ചേർന്നു വരുന്നതാണ് നിയമ ഭേദഗതികളെന്ന് UAE അധികൃതർ അറിയിച്ചു. കള്ളപ്പണം വെളുപ്പിക്കലിനും തീവ്രവാദ നിയമവിരുദ്ധ സംഘടനകൾക്ക് ധനസഹായം നൽകുന്നതിനുമെതിരെ ഒരു ദേശീയ കമ്മിറ്റിക്കും രൂപം നൽകും. ഇരു വിഷയങ്ങളിലായി ദേശീയ നയങ്ങളുടെ മേൽനോട്ടം നിർവഹിക്കുന്നതിനായി സുപ്രീം കമ്മിറ്റിയും രൂപീകരിക്കും. ദേശീയ കമ്മിറ്റി നടപ്പാക്കുന്ന നയങ്ങളുടെയും നടപടികളുടെയും ഫലപ്രാപ്തി സുപ്രീം കമ്മിറ്റി പഠിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ നിയമം പാലിക്കുന്നതിൽ പരാജയപ്പെട്ട 32 പ്രാദേശിക സ്വർണ്ണ ശുദ്ധീകരണശാലകളുടെ ലൈസൻസ് കഴിഞ്ഞ ദിവസം 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. 2018 കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും തീവ്രവാദ ഫണ്ടിങ്ങിനുമെതിരായ നിയമം UAE പാസാക്കിയത്. കഴിഞ്ഞ വർഷം ജനുവരിക്കും ഒക്ടോബറിനുമിടയിൽ നിയമം ലംഘിച്ചവർക്ക് അധികൃതർ 24.92 കോടി ദിർഹം പിഴ ചുമത്തുകയും ചെയ്തു. മീഡിയ 1 ദുബൈ. 1.5 വർഷം കൊണ്ട് 56 രാജ്യങ്ങളിൽ യാത്ര ചെയ്ത മുഹമ്മദ് സിനാൻ സലാലയിലെത്തി. ഖരീഫ് കാലത്ത് എത്തിയ സിനാന് സലാല ട്രാവലേഴ്സ് സ്വീകരണം നൽകി. മംഗലാപുരം പുത്തൂർ സ്വദേശിയായ സിനാൻ മഹീന്ദ്ര സ്കോർപിയോ വാഹനത്തിലാണ് 56 രാജ്യങ്ങൾ സന്ദർശിച്ചത്. എൻ്റെ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷമായി. അന്നേരം നാട്ടിൽ നിന്ന് ദുബായിൽ വന്നു ആദ്യം, പിന്നെ ദുബായിൽ നിന്ന് ഇറാൻ വഴി പിന്നെ തുർക്കി, യൂറോപ്പ് പോയി. യൂറോപ്പിൽ നിന്ന് കാനഡ, UK, US എല്ലാം കവർ ചെയ്ത് തിരിച്ച് ആഫ്രിക്ക വന്നു. ആഫ്രിക്കൻ തിരിച്ച് യൂറോപ്പായിട്ട് തിരിച്ച് ഇവിടെ വന്ന് ഏകദേശം 56 രാജ്യങ്ങൾ കവർ ചെയ്ത് ഇപ്പോൾ സലാല എത്തിയിട്ടുണ്ട്.
സലാല വ്യത്യസ്ത അനുഭവമാണ്. ഖരീഫ് കാലത്ത് എത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഒരു ഗൾഫ് രാജ്യത്ത് ഇത്രയും പച്ചപ്പുള്ള അല്ലെങ്കിൽ നാടിന് ഓളം സാമ്യമുള്ള ഒരു സ്ഥലം എനിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്തരം സ്ഥലങ്ങൾ ഉണ്ടാവുന്നു. 100 രാജ്യങ്ങളെന്ന ലക്ഷ്യം ചില സാഹചര്യങ്ങൾ കൊണ്ട് 75 ആക്കിയിട്ടുണ്ട്. GCC രാജ്യങ്ങൾ പൂർത്തിയായാൽ ഫോറസ്റ്റ് രാജ്യങ്ങളാണ് അടുത്ത ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ രാജ്യവും ഓരോ അനുഭവമാണ്. കാണുന്ന കാര്യങ്ങളായിരിക്കില്ല പുറത്തെ റിയൽ വേൾഡിലുള്ള അനുഭവം. അതിനിപ്പോൾ ഉദാഹരണം ഇറാൻ തന്നെ. ഇറാന് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുറേ ബോംബും അല്ലെങ്കിൽ തീവ്രവാദവും അതൊക്കെ ആയിരുന്നു നമ്മൾ മീഡിയയിലൂടെ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നും അങ്ങനെ സംഭവമില്ല. ഭയങ്കര നല്ല മനുഷ്യന്മാരാണ്. സലാല ട്രാവലേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സിനാന് സ്വീകരണം നൽകി. സിറാജ് സിദാൻ, സിദ്ദിഖ് ബാബു, ഷിഹാബ് ആലടി, ഫറൂഖ് സലാല, അനസ് പോപ്സ്, ഉസ്മാൻ സാഹിബാൻ എന്നിവർ നേതൃത്വം നൽകി. മീഡിയ 1 സലാല. ഒമാന്റെ ആകാശം പെസ്ഡേ സുൽക്കാവർഷത്തിന് സാക്ഷ്യം വഹിക്കുകയാണെന്ന് അസ്ട്രോണമിക്കൽ സൊസൈറ്റി. ഓഗസ്റ്റ് 24 വരെ പ്രതിഭാസം തുടരുമെന്നും അറിയിച്ചു. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്ന ഇവ തിങ്കളാഴ്ച വൈകിട്ട് മുതൽ ചൊവ്വാഴ്ച പുലർച്ചെ വരെയും നീണ്ടു നിൽക്കും. മണിക്കൂറിൽ 60 മുതൽ 100 വരെ ഉൽക്കകൾ കാണാൻ കഴിയും. പാരീസ് ഒളിമ്പിക്സിൽ ബഹ്റൈന് 2ാമത്തെ സ്വർണ്ണ മെഡൽ നേട്ടം. പുരുഷന്മാരുടെ ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ 97 കിലോ വിഭാഗത്തിൽ അഹ്മദ് തനൂജിദ്നോവ് സ്വർണം നേടി. 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും ഉൾപ്പെടെ 4 മെഡലുകൾ ബഹ്റൈൻ നേടി. വനിതകളുടെ 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ ബഹ്റൈൻ കായിക താരം വിൻഫ്രെഡ് യാവി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. വനിതകളുടെ 400 മീറ്ററിൽ സൽവ ഈദ് നാസർ വെള്ളിയും പുരുഷന്മാരുടെ ഭാരോദ്വഹനത്തിൽ ഗോർ മിനൻസിൻ വെങ്കലവും നേടി. മീഡിയ സ്റ്റാർ പൂർണ്ണമാകുന്നു. ഇനി ഗൾഫ് ലൈഫ് കാണാം. ഗുഡ് നൈറ്റ്.